ഷാൻസിയാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എല്ലാരും ഒന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ കഴിച്ച നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ മിൽക്ക് സർബത്താണ്. എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വരുമോ ഇല്ലയോ നമുക്ക് വരുന്നതിന് എൻ്റെ പ്രതീക്ഷിച്ച് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. മാക്സിമം നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് തണ്ണിമത്തൻ മിൽക്ക് സർബത്ത് ഉണ്ടാക്കാം. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. സാധാരണ നമ്മൾ തണ്ണിമത്തൻ കടയിൽ പോയി കുടിക്കുമ്പോൾ അതിന്റെ ജ്യൂസ് കുടിക്കുന്നത്, നമ്മളിത് മിൽക്ക് ഷേക്ക് ആയിട്ട് കുടിക്കുന്നത്. നല്ല രുചിയായിരിക്കും ഗൈസ്. മുമ്പ് കുടിച്ചു നോക്കിയിട്ടില്ലല്ലോ? ഉണ്ടോ? എപ്പോ? കടയിൽ പോയിട്ട്. അപ്പൊ കഴിച്ച് നമുക്ക് തണ്ണിമത്തൻ മിൽക്ക് സർബത്ത് ഉണ്ടാക്കിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൽക്കട നമ്മളിലേക്കും കൂടി ജസ്റ്റ് എനേബിൾ ചെയ്തേക്കാം. ഞങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ കഴിച്ച് നമ്മുടെ തണ്ണിമത്തൻ മിൽക്ക് സർബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാരും ഒന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ പറഞ്ഞു? ഇത് 2 തണ്ണിമത്തങ്ങ, ഇത് പഞ്ചസാര പൊടിച്ചത്, ഇത് പാല്, ഇത് അത് ഉണ്ടാക്കാനായിട്ടുള്ള ചെമ്പ്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. 2 തണ്ണിമത്തങ്ങ. നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കൂടുതൽ പറയാം. എല്ലാവരും റെഡി അല്ലേ? അപ്പൊ കഴിച്ച് നമ്മുടെ തണ്ണിമത്തൻ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് ഇത് കൊത്തി അരിഞ്ഞാണ് ഇതിലേക്ക് ഇടേണ്ടത്. നമുക്കപ്പം തണ്ണിമത്തം മുറിക്കാം. അപ്പൊ കഴിച്ച് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒരു കത്തിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ ഇന്ന് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. നല്ല മുറിച്ചുള്ള കത്തിയാണ് കഴിച്ച്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തായാലും നമുക്ക് മുറിക്കാം. ആദ്യത്തെ മുറിയാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ മുറി. ചെറുതായിട്ട് കത്തിയിട്ട് നടുക്കൂന്ന് മുറിക്കുകയാണ്. ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പൊ നല്ല കളറുള്ളതാണ്. നല്ല ചുമന്ന കളറുള്ളതാണ്. അത് തന്നെയായിരുന്നു നമുക്ക് വേണ്ടത്. അത് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പം നമുക്കിനി ഇത് 2ആയിട്ട് മുറിക്കാം. ഇത് താഴെ പോയാ ഇങ്ങനെ ഇടുന്നത് അതാ പറഞ്ഞു. മുറിച്ചായിരുന്നോടാ? വേണ്ട സാർ, പകുതി പീസ് ഗ്യാസിന് എടുത്തോളൂ. അത് വേണ്ട. വീഡിയോ ഇവിടെ നടത്തും. അപ്പം ഗൈസ് നമ്മള് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെത്തി ഇടുന്ന ഒരു പരിപാടിയാണുള്ളത്. നമ്മളിനി ഇത് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം ഇവിടെ നിന്ന് കാണുക. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കുകൾ. അപ്പം അനിക്കുട്ടനുണ്ട്, ഫിസ ഉണ്ട്, ബബ്ബലും ഉണ്ട്, ഫൈസിയുണ്ട്, കിങ്ങണിയുണ്ട്. കിങ്ങണിയാണ് ഇപ്പോൾ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ് കഴിച്ചത്. അതുകൊണ്ടൊരു പേടിയുണ്ട്. കൈ മുറിഞ്ഞു എന്നൊരു പേടിയുണ്ട്. എൻ്റെ വെള്ളം മുഖത്തോട്ട് തെറിക്കുന്ന കൈസ്. എടി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വെട്ടി ഇതിനകത്തോട്ട് ഇട്ടേണ്ടിരിക്കുകയാണ്. രണ്ട് തണ്ണിമത്തനാണ് എടുത്തത്. നമുക്ക് എല്ലാവർക്കും കൊടുക്കണം ഒന്നാണ്. അത്രയും വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ഒന്നും എടുക്കണമെന്നില്ല. ഒരെണ്ണം ആണെങ്കിലും എടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ആൾക്കാരുള്ള അനുസരിച്ച് സ്റ്റൈലിഷ് ആയിട്ട് മുറിച്ചോണ്ടിരിക്കുവാണ്. നീ ബാക്കിലോട്ടൊക്കെ പൊക്കോ. എടുത്ത് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കുക. എല്ലാം ഇത് വെട്ടി എറിയുന്നതൊക്കെ സ്ലോ മോഷൻ എടുക്കണം ഞാൻ പറയുന്നത്. ബാക്കിലോട്ട് പോയി ഇത് മൊത്തം കാണിക്കും.
നമ്മൾ മാക്സിമം സേഫ്റ്റിയോടെയാണ് കൈ ചെയ്യുന്നത്. ഈ തണ്ണിമത്തൻ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് വാട്ടർ ആണ്. വാട്ടറിന്റെ എമൗണ്ട് ഏറ്റവും കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ. വിറ്റാമിനും കൂടിയാണ്. നല്ല രീതിയിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും കാൽസ്യംസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ വാട്ടർ മെലൺ എന്ന് പറയുന്നത്. ഇത് ഈ ചൂടുകാലത്ത് മാക്സിമം ആൾക്കാരെല്ലാം കുടിക്കേണ്ട കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. എല്ലാവർക്കും അറിയാം അത് മാക്സിമം വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ടേസ്റ്റി ഫ്രൂട്ടാണ്. അത് ടേസ്റ്റിയാണ്, നമുക്ക് ഹാപ്പിയാണ് അല്ലേ കൂട്ടാ. നീ വീട്ടിലോട്ട് പോയോ മിസ്സേ? ഇപ്പം നീ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പം ഈ ഒരു തണ്ണിമത്തൻ എന്ന് പറയുന്നത് മൊത്തം നമ്മൾ ഒന്ന് വെട്ടി കൊത്തിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതൊന്നും കൂടി ഇതിനകത്തിട്ട് കൊത്തണം, അതിൻ്റെ ആ ഒരു ഇതൊക്കെ വരാൻ, നല്ല ഫ്രൂട്ട് ജ്യൂസൊക്കെ ഇറങ്ങാൻ. അപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതിടാം. ആയിവാ, നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ഇടുന്നത്. വെള്ളമുള്ള ബൗളായിരുന്നു. നമുക്കിനി നല്ലോണം ഇതൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കണം, എന്നാലേ ആ ജ്യൂസൊക്കെ ഇതിലേക്ക് ഇഷ്ടം അടിച്ചല്ലല്ലോ തീർക്കുന്നത്. നമ്മളിത് നല്ലോണം അടിച്ചിളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് ചേർക്കുന്ന പരിപാടിയാണ്. ചെയ്തോളാടി, ബാക്കിലോട്ട് വന്നു. അപ്പം അത്യാവശ്യം തണുപ്പുള്ള പാലായിരുന്നു. അപ്പം അത് തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇത് അടിച്ചു പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഐസൊക്കെ വേറെ ഉണ്ട്. പിങ്ക് കളറായിട്ടുണ്ട് വെള്ളമൊക്കെ. ഉപ്പിച്ചെടുക്കാം. അപ്പൊ കഴിച്ചാൽ നമ്മള് ഇതിലേക്ക് വേണ്ടിയുള്ള ഐസ് ഇടുകയാണ്. ഐസും കഷ്ണം മാത്രം മാക്സിമം എടുക്കണം. ഇത് ഫുള്ള് കഷ്ണങ്ങളാണ്. ഐസ് ക്യൂബ്സ് ആണ്. കുറെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് ഐസ് ഒന്നും പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇത് നല്ലതാണ്. ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം.
ഗൈസ് നമ്മുടെ കുറെ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ സർബത്ത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ. എല്ലാവരും റെഡി അല്ലേ? റെഡി ആ അപ്പൊ റെഡിയാണ്. നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ പോകാം. അപ്പൊ ഗൈസ് അതിന് വേണ്ട ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സ്ഥലക്കാരുന്ന ബെല്ലൈക്കണും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം. നമ്മള് സർബത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ കഴിച്ച് നമ്മുടെ ജ്യൂസ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് കുടിക്കാന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. നമുക്കപ്പം അതിലേക്ക് പോകാം. അപ്പൊ കഴിച്ച് നമ്മള് കുടിക്കാൻ പോവാണ്. എല്ലാവരും എടുത്തോ. ആണിക്കോട്ടെ എടുക്കടാ, എടുത്തോ. അപ്പം ഇനിയിപ്പോ ഇത് ഓക്കെ അല്ലേ? നിക്കേ 3, 2, 1 എല്ലാരും ഒരുമിച്ച് വാ. അപ്പം കുടിച്ചോ, എല്ലാരും കുടിച്ചോ. കുടിക്ക്. ഓരോരുത്തരായിട്ട് നല്ല ടേസ്റ്റ്. വെരി നൈസ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഫൈസി അങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പൊ കഴിച്ചേ ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഐറ്റം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നമുക്കിപ്പം കുടിച്ചിട്ട് ബാക്കി എല്ലാവർക്കും വീട്ടിലെ ആൾക്കാർക്കെല്ലാം കൊടുത്തിട്ട് വരാം. അപ്പൊ കഴിച്ച് നമ്മുടെ വതയ്ക്കാൻ വിലക്ക് സർവത്തിന്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു. അടിയേ ബബ്ലു. ഓ ബബ്ലു നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ കേട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പൊ കഴിച്ച് ആൻഡ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി കിട്ടുന്നതായിരിക്കും. എന്താ പറയാനുള്ളത്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാൻ സഹായിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്നാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി നമ്മുടെ തെറ്റ് തന്നെയാണോ തോന്നുന്നില്ല, പക്ഷെ ഒരബദ്ധത്തിൽ താഴെ പോയി. എന്നായാലും കുഴപ്പമില്ല, ഹാപ്പിയായി നമ്മളിത് കുടിച്ച്. അതുകൊണ്ട് ചിയേഴ്സ് അടിക്കാം. തണ്ണിമത്തൻ മൊത്തം ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ തണ്ണിമത്തനാണ്. ഓക്കെ നോക്കണേ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നീ എങ്ങോട്ടേ കയറി വരുന്ന അവിടെ പോയി നിൽക്കും.